യങ് ഡാമീസ് വെൽക്കം ബാക്ക് ടു ഫാമിലി. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് കുട്ടി സ്റ്റോറി പാർട്ട് 2. ചില ടൈമൊക്കെ തോന്നിപ്പോവും നമ്മുടെ ലീഡർ കിമ്മിന് സമാധാനത്തിന് നോബൽ പ്രൈസ് കൊടുക്കണമെന്ന്. അതുപോലും കുറഞ്ഞു പോവും ഈ 6 അക്രമത്തിന് മുന്നിൽ. ഇന്ന് നമ്മൾ മറ്റൊരു കുട്ടി സ്റ്റോറിയാണ് കാണാൻ പോകുന്നത്. ലെറ്റ് മീ ടെൽ യു എ കുട്ടി സ്റ്റോറി. ലോസ് ഏഞ്ചൽസിൽ വെച്ച് BTSന് സോങ് ക്യാമ്പ് ഉണ്ടായിരുന്ന സമയം എല്ലാവരും ഡ്രിങ്ക്സ് ഒക്കെ കുടിച്ച് നല്ല അടിച്ചു പൊളിച്ചിരിക്കുമായിരുന്നു. പിറ്റേന്ന് ഇന്റർനാഷണൽ സോങ് റൈറ്റേഴ്സുമായിട്ട് വർക്ക് ചെയ്യാനുള്ളതുകൊണ്ട് എല്ലാരോടും ആയിട്ട് പറയാണ്, ദേ എല്ലാരും ഇവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തേ, ആകെ നാശമായിട്ടിരിക്കുക. ഇത് പറഞ്ഞതേ ഓർമ്മയുള്ളൂ. ആ സമയം ജിമിന് ഓടി വന്നിട്ട്, യോട് ഇങ്ങനെ ഒന്നും പറയാൻ പാടില്ല. ആ സീൻ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സേന നീ ചെയ്തത് തെറ്റ് എന്നുള്ള ടൈപ്പില് ജിമിൻ ജൂനിയോട് പറയാണ്. ഇത് കണ്ടും കേട്ട് നിന്നിരുന്ന യോങ്കിച്ച് ഇവിടെ ഇപ്പൊ എന്താ നടക്കുന്നതെന്ന് ഒന്നും മനസ്സിലാവാണ്ട് അവിടെ അടിയുണ്ടാക്കിക്കൊണ്ട് നിൽക്കുന്ന ജിമിന്റെ അടുത്ത് പോയിട്ട് ചോദിക്കാണ്, എന്താ ജിമിന, എന്താ ഇവിടെ പ്രശ്നം? പക്ഷെ കോമഡി എന്താന്ന് വെച്ചാ ജിമിനും ടേയും ഒക്കെ നല്ല ഡ്രങ്കൺ സ്റ്റേറ്റിലായതുകൊണ്ട് തന്നെ എന്താ ഇവിടെ പ്രശ്നം എന്ന് അവർക്ക് പോലും അറിയില്ല. എന്തിനേറെ പറയുന്നു, എന്ത് കാര്യത്തിന് ആർഗ്യൂ ചെയ്യുന്നതെന്നോ എന്ത് തേങ്ങയാ പറഞ്ഞെന്ന് പോലും അവർക്കറിയില്ല. കൂട്ടത്തില് ജൂണിച്ചനും യൂങ്കിച്ചനും ഒക്കെ കുറച്ചേ ഡ്രിങ്ക് ചെയ്തിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ അത്രയ്ക്ക് പൂസായിട്ടുണ്ടായിരുന്നില്ല. സോ അവിടെ ഇപ്പൊ എന്താ നടക്കുന്നതെന്ന് മനസ്സിലാവാണ്ട് ആകെ കിളിപ്പോയ അവസ്ഥയിൽ നിൽക്കാണ് പാവം നമ്മുടെ ലീഡർ. ഇനിയും ഇവിടെ നിന്ന് കേട്ടോണ്ട് നിന്നാലും ഇതൊന്നും ഇപ്പോഴെങ്ങും കെട്ടടങ്ങൂലെന്ന് മനസ്സിലായതുകൊണ്ട് തന്നെ പുള്ളി നേരെ റൂമിലേക്ക് പോവാണ്. ആ ടൈം ഇവർ രണ്ടും നല്ല പൂസല്ലേ. അതുകൊണ്ട് തന്നെ ജൂണിച്ചന്റെ പുറകെ പുള്ളിയുടെ റൂം വരെ പോയി കണ്ടിന്യൂസ്ലി സെയിം കാര്യം തന്നെ റിപ്പീറ്റ് ആയി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ലൈക്ക് കണ്ടിന്യൂസ് ആയിട്ട് 3 hours വരെ. ഇതെല്ലാം ഭയങ്കര സങ്കടത്തിലാണ് പറയുന്നതെന്ന് ഓർക്കണം. അത് വളരെ മോശമായി പോയിയോ, എന്റെ ടേയോട് അങ്ങനെയൊന്നും പറയാൻ പാടില്ലായിരുന്നു എന്നൊക്കെയാണ് ആ സങ്കട പറച്ചിലുണ്ടായിരുന്നത്. ഇതെല്ലാം കണ്ടിട്ട് ഒന്നും മനസ്സിലാവാണ്ട് കിളി പോയി 2 പേരുണ്ടായിരുന്നു. ജൂണിച്ചൻ മാത്രല്ല യുങ്കിച്ചനും. എന്താ സംഭവം എന്ന് ഇപ്പോഴും അവർക്കറിയില്ല. അങ്ങനെ ഒരു തെറ്റും ചെയ്യാണ്ട് പാവം നമ്മുടെ ജൂണിച്ചൻ ഒരു വില്ലനായി മാറുകയാണ്. സുഹൃത്തുക്കളെ, വില്ലനായി മാറുകയാണ്. ഇനി നിങ്ങൾ പറ, ഇൻട്രോയിൽ ഞാൻ പറഞ്ഞതുപോലെ ഈ മനുഷ്യന് സമാധാനത്തിന് നോബൽ പ്രൈസ് തന്നെ കൊടുക്കണ്ടേ? അമ്മാതിരി സ്ട്രെസ് ഇവന്മാര് കൊടുത്തിട്ടും സംയമനം പാലിച്ച വില്ലനാക്കപ്പെട്ട പാവം നമ്മുടെ ജൂണിയാണ് ഈ കഥയിലെ ഹീറോ. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ, ടേക്ക് കെയർ.